അവസാന ബോൾറൂം എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോഴും അജ്ഞാതമാണെങ്കിലും ആരാണ് അതിന് പണം നൽകുന്നതെന്ന് നമുക്കറിയാം. ട്രംപിൽ നിന്ന് ധാരാളം നേട്ടങ്ങളുള്ള വലിയ കമ്പനികൾ. ആളുകൾ ഈ പട്ടിക നോക്കാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങളെ വിൽക്കാൻ മറ്റൊരു പാലം കൂടി ലഭിച്ചിട്ടുണ്ട്. നിരവധി ഉന്നത ക്രിപ്റ്റോ നിക്ഷേപകരും ട്രംപിന്റെ മറ്റ് അടുത്ത സഖ്യകക്ഷികളുമുണ്ട്. ഈ പേരുകളിൽ ചിലത് ഞങ്ങൾ തകർക്കും. ആമസോൺ പട്ടികയിലുണ്ട്. വ്യക്തമായും മെലാനിയ ട്രംപ് ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്യുന്നതിനായി ആമസോൺ $40 മില്യൺ ചെലവഴിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആപ്പിളും പട്ടികയിലുണ്ട്. സിഇഒ ടിം കുക്ക്, ഓർക്കുക, ട്രംപിന് 24 കാരറ്റ് സ്വർണവും ഗ്ലാസും ഉള്ള ആ പ്രതിമ അവിസ്മരണീയമായി സമ്മാനിച്ചു. ജൂണിൽ ഫോർബ്സിലെ ഡാൻ അലക്സാണ്ടർ റിപ്പോർട്ട് ചെയ്തതുപോലെ ദാതാക്കളുടെ പട്ടികയിൽ ധാരാളം ക്രിപ്റ്റോ കണക്ഷനുകളുണ്ട്. അതിനാൽ ജൂണിൽ തന്നെ ട്രംപിന്റെ മൊത്തം ആസ്തിയുടെ പകുതിയിലധികവും അദ്ദേഹത്തിന്റെ ക്രിപ്റ്റോ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. 60%. ബോൾറൂമിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചായ കോയിൻബേസും ബോൾറൂമിനുള്ള ദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ട്രംപ് പ്രത്യേകം പരാമർശിച്ച ഒരാളാണ് ഇതിന്റെ സിഇഒ. കോയിൻബേസിലെ ബ്രയാൻ ആംസ്ട്രോങ് ഉൾപ്പെടെ ഇന്ന് ഇവിടെയുള്ള എണ്ണമറ്റ വ്യവസായ പ്രമുഖരിൽ ചിലരെയും ഞാൻ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നു. ബ്രയാൻ, നിങ്ങൾ ഒരു നല്ല ജോലി ചെയ്തു. മറ്റ് നിരവധി ടെക് കമ്പനികളുണ്ട്. മെറ്റ അവിടെയുണ്ട്. അതാണ് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനി. കഴിഞ്ഞ ജൂലൈയിൽ ടെക് നേതാക്കളുമൊത്തുള്ള അത്താഴ വിരുന്നിൽ ട്രംപിന്റെ തൊട്ടടുത്തായി അവിടുത്തെ എക്സിക്യൂട്ടീവ് മാർക്ക് സക്കർബർഗ് ഇരുന്നു. പ്രസിഡന്റിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. മുഖത്ത് വെടിയേറ്റ ശേഷം ഡൊണാൾഡ് ട്രംപ് എഴുന്നേറ്റ് അമേരിക്കൻ പതാകയുമായി വായുവിലേക്ക് മുഷ്ടി ചുരുട്ടുന്നത് കാണുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മോശം കാര്യങ്ങളിലൊന്നാണ്. മൈക്രോൺ ടെക്നോളജി, മൈക്രോസോഫ്റ്റ്, പിന്നെ റിപ്പിൾ എന്നൊരു കമ്പനിയുണ്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ അതൊരു വലിയ ക്രിപ്റ്റോ കമ്പനിയാണ്. വർഷങ്ങളായി SEC അന്വേഷണം നടത്തുന്ന ഒരു കമ്പനി. എന്നാൽ പെട്ടെന്ന് ഈ വർഷം മാർച്ചിൽ SEC കേസ് ഉപേക്ഷിച്ചു. ആ സമയത്ത് സിഇഒ എഴുതി, ഇതാ നമ്മൾ കാത്തിരുന്ന നിമിഷം. SEC അതിന്റെ അപ്പീൽ ഉപേക്ഷിക്കും. റിപ്പിളിന്, ക്രിപ്റ്റോയ്ക്ക് നിങ്ങൾ നോക്കുന്ന എല്ലാ വഴികളിലൂടെയും ഒരു ഉജ്ജ്വല വിജയം. ഡബിൾ കോട്ട്. ശരി, തീർച്ചയായും അത് ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്തായിരുന്നു. പിന്നെ വ്യക്തികളുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ പേരുകളിൽ ചിലത് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. ലുട്നിക് കുടുംബവും. തീർച്ചയായും അത് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കിന്റെ കുടുംബമാണ്. ട്രംപിന്റെ ക്രിപ്റ്റോ നയങ്ങളെ ലുട്നിക് പൂർണ്ണ ഹൃദയത്തോടെ പിന്തുണച്ചിട്ടുണ്ട്. ഞങ്ങൾ ബ്ലോക്ക്ചെയിൻ ഉപയോഗിക്കുന്നു. ഞങ്ങൾ ബിറ്റ്കോയിൻ ഉപയോഗിക്കുന്നു. മുന്നോട്ട് കുതിക്കാൻ ഞങ്ങൾ ഡിജിറ്റൽ ആസ്തികൾ ഉപയോഗിക്കാൻ പോകുന്നു. ഡൊണാൾഡ് ട്രംപ് വഴിയൊരുക്കുന്നു. പട്ടിക തുടരുന്നു. അവരിൽ കെല്ലി ലെലറും അവരുടെ ഭർത്താവും ഉൾപ്പെടുന്നു. ചിരി, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ശരിയാണ്, ജോർജിയയിലെ സെനറ്റിലേക്ക് മത്സരിക്കുന്നത്. ട്രംപിനായി ചെറുകിട ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് അവസാനിക്കുന്നു. അതിനു മുമ്പ് ഞെട്ടലൊന്നുമില്ല, അവർ ഒരു ക്രിപ്റ്റോകറൻസി ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ചിന്റെ സിഇഒ ആയിരുന്നു. ട്രംപ് മീഡിയ യഥാർത്ഥത്തിൽ ആ കമ്പനി വാങ്ങാൻ ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവർ അങ്ങനെ ചെയ്തില്ല. അവസാനമായി, പക്ഷേ ഏറ്റവും പ്രധാനമായി, വിങ്ക്ലെവോസ് ഇരട്ടകൾ. മാർക്ക് സക്കർബർഗ് ഫേസ്ബുക്കിനായി തങ്ങളുടെ ആശയം ചിലർക്ക് മുന്നിൽ മോഷ്ടിച്ചുവെന്ന് ആരോപിച്ചതിലൂടെയാണ് അവർ കൂടുതൽ അറിയപ്പെടുന്നത്. പക്ഷേ അതിനുശേഷം അവർ കോടീശ്വരന്മാരായി മാറിയിരിക്കുന്നു. വാസ്തവത്തിൽ അവർ ക്രിപ്റ്റോയിലെ ഏറ്റവും വലിയ 2 പേരുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. ടൈലറും കാമറൂൺ വിങ്ക്ലെവോസും. ഇവർ 2 മിടുക്കരും സുന്ദരന്മാരുമാണ്. അവർക്ക് മുഴുവൻ പാക്കേജും ലഭിച്ചു. അവർക്ക് ആ ലുക്ക് എല്ലാം ഉണ്ട്. അവർക്ക് പ്രതിഭയുണ്ട്. ധാരാളം പണമുണ്ട്. ദാതാക്കളുടെ പട്ടിക നീണ്ടതാണെങ്കിലും ട്രംപിന് അവയിൽ നിന്ന് കൂടുതൽ ആവശ്യമുണ്ടോ എന്ന് വ്യക്തമല്ല. നിങ്ങളുടെ ബോൾറൂമിന് ധനസഹായം നൽകാൻ ആവശ്യമായ 300 മില്യൺ മുഴുവൻ നിങ്ങൾ സമാഹരിച്ചോ? ഈ നിർമ്മാണത്തിന് നിങ്ങൾ എത്ര പ്രത്യേകമായി സംഭാവന ചെയ്യുന്നു? ഞങ്ങൾ നിക്ഷേപിക്കുന്ന എല്ലാ ദാതാക്കളുടെയും പണത്തിന്റെയും ആകെത്തുക $350 മില്യൺ ആണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ വ്യക്തിപരമായി എത്ര പ്രത്യേകമായി സംഭാവന ചെയ്യുന്നു? ഞാൻ എത്ര സംഭാവന ചെയ്യുന്നു? ഞാൻ പൂർത്തിയാക്കുന്നതുവരെ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. പക്ഷേ ആവശ്യമുള്ളത് ഞാൻ സംഭാവന ചെയ്യും. വ്യക്തമായും ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല. ക്രിസ്റ്റൻ ഹോംസ് മുന്നിലാണ്. വൈറ്റ് ഹൌസിന് പുറത്താണ് അവൾ താമസിക്കുന്നത്. നിങ്ങൾക്കിത് നേരിട്ട് കാണാൻ കഴിയുന്ന കാര്യമാണ്. തീർച്ചയായും ക്രിസ്റ്റൻ ഉണ്ടായിരുന്നതുപോലെ വൈറ്റ് ഹൌസ് പകൽ സമയത്ത് പദ്ധതിയെക്കുറിച്ച് പ്രതിരോധത്തിലായിരുന്നു. ട്രംപ് അവിടെ ഉണ്ടായിരുന്നതുപോലെ അവിടെ ഉണ്ടായിരുന്നു, അല്ലേ? അദ്ദേഹം എന്തെങ്കിലും സംഭാവന നൽകിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, എറിൻ. ബോൾറൂമിൽ പ്രസ് സെക്രട്ടറി എത്ര ചോദ്യങ്ങൾ ചോദിച്ചുവെന്നും ഈ പദ്ധതിയിൽ വൈറ്റ് ഹൌസ് എത്രത്തോളം പ്രതിരോധത്തിലാണെന്നും കാണുന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് ഇത് പലപ്പോഴും പ്രതിരോധത്തിലാകാത്ത ഒരു വൈറ്റ് ഹൌസ് ആയതിനാൽ. അവർ പലപ്പോഴും ആക്രമണത്തിലാണ്. ആ പത്രസമ്മേളനത്തിനിടെ ഇന്ന് നടന്ന ഏറ്റവും അത്ഭുതകരമായ തിരിച്ചുവരവുകളിൽ ഒന്ന്, കിഴക്കൻ വിംഗ് പൊളിക്കാൻ അനുമതി തേടേണ്ടതില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വൈറ്റ് ഹൌസിൽ നിന്ന് കേട്ട പ്രതിരോധത്തെ ഒരു റിപ്പോർട്ടർ ചോദ്യം ചെയ്തപ്പോഴാണ്. തീർച്ചയായും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ നിയമത്തെക്കുറിച്ചുള്ള അവരുടെ വ്യാഖ്യാനം പ്രസിഡന്റ് ട്രംപിന് ഫെഡറൽ സ്വത്തിലെ എന്തും പൊളിക്കാൻ അനുവാദമുണ്ടെന്നും നിർമ്മാണം ആരംഭിച്ചുകഴിഞ്ഞാൽ മാത്രമേ കമ്മീഷനിൽ നിന്ന് അനുമതി തേടേണ്ടതുള്ളൂ എന്നുമാണ് എന്നതാണ്.
പ്രത്യേകിച്ച് ലംബ നിർമ്മാണം. ഇപ്പോൾ റിപ്പോർട്ടർ കരോലിൻ ലെവിഡിനോട് ഈ കാര്യം ചോദിച്ചു. അപ്പോൾ പ്രസിഡന്റ് ട്രംപിന് വാഷിംഗ്ടണിൽ ചുറ്റി സഞ്ചരിച്ച് ജെഫേഴ്സൺ മെമ്മോറിയൽ പോലുള്ള ഫെഡറൽ പ്രോപ്പർട്ടിയിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഏതൊരു കെട്ടിടവും നശിപ്പിക്കാൻ കഴിയുമോ? അതിനർത്ഥം പ്രസിഡന്റ് ട്രംപിന് ചുറ്റും നൃത്തം ചെയ്യാനാകുമോ എന്നാണ്. നേരിട്ട് ഇല്ല എന്നൊന്നും ഉണ്ടായിരുന്നില്ല, അതിനർത്ഥമില്ല. ഡബിൾ ക്വോട്ട്. ഇത് ഞങ്ങൾ കൊണ്ടുവന്നില്ല എന്നതാണ് കൂടുതൽ ശരി. ഇതാണ് നിയമപ്രകാരമുള്ള പ്രതികരണം. ഇല്ല, ഞങ്ങൾ നോക്കുന്നതോ കാണുന്നതോ ആയ ഒന്നും പൊളിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ അത് രസകരമായ ഒരു ഭാഗമായിരുന്നു. തുടർന്ന് ഒരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് ചെയ്ത പ്രസ്താവന ലഭിച്ചു. വീണ്ടും അവർക്ക് ഇവിടുത്തെ ദൃശ്യശാസ്ത്രത്തെക്കുറിച്ച് വ്യക്തമായി അറിയാമെന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നു. ഈ പ്രസ്താവനയിൽ കിഴക്കൻ വിഭാഗത്തിന്റെ എല്ലാ ചരിത്ര ഘടകങ്ങളും വൈറ്റ് ഹൌസ് എക്സിക്യൂട്ടീവ് റെസിഡൻസിന്റെയും നാഷണൽ പാർക്ക് സർവീസിന്റെയും മേൽനോട്ടത്തിൽ വൈറ്റ് ഹൌസ് ചരിത്ര അസോസിയേഷന്റെ പിന്തുണയോടെ സംരക്ഷിക്കപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. വീണ്ടും ഇതെല്ലാം കാണിക്കുന്നത് ബോൾറൂമിന് പണം നൽകുന്ന ദാതാക്കളിൽ ധാരാളം പ്രതിഷേധമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നതിനാലാണ് അവർ ഈ വിവരങ്ങൾ ഇവിടെ പുറത്തുവിടാൻ ശ്രമിക്കുന്നത് എന്നാണ്. കുത്ത്. ഈ ലിസ്റ്റ് ഞങ്ങൾക്ക് നൽകിയതിന് വൈറ്റ് ഹൌസിന് നമ്മൾ നന്ദി പറയണം. എന്നാൽ അവരിൽ ആമസോൺ, ആപ്പിൾ, മെറ്റ, ഗൂഗിൾ എന്നിവരും ചില സമ്പന്ന വ്യക്തികളും ഉൾപ്പെടുന്നു. ക്രിപ്റ്റോയിൽ വളരെയധികം താൽപ്പര്യമുള്ള വോൾവോസ് ഇരട്ടകളായ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക്ക്. ട്രംപ് ഭരണകൂടത്തിന് മുമ്പ് ഈ കമ്പനികളിലും ആളുകളിലും ബിസിനസ്സുകൾ ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്യില്ല. കോയിൻബേസ് പോലുള്ള ക്രിപ്റ്റോ കമ്പനികൾ, ആൾട്രിയ പോലുള്ള പുകയില കമ്പനികൾ, പാലുന്തീർ എന്നിവ കൈകാര്യം ചെയ്യുന്നത് സോഫ്റ്റ്വെയർ. പിന്നെ വീണ്ടും വീണ്ടും ഇത് വ്യക്തമായും ഒരു ചാരിറ്റബിൾ സംഭാവനയാണ്. ഇത് മനുഷ്യസ്നേഹമാണ്. പക്ഷേ വാഷിംഗ്ടണിൽ എന്തെങ്കിലും ചാരിറ്റി ഉണ്ടോ? അതെ, ശരി. ഇപ്പോൾ അത് ശരിയല്ലെന്ന് തോന്നുന്നു. ജെയ്ക്ക്, നോക്കൂ, ജോൺ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ശരാശരി വോട്ടർ, ശരാശരി സ്വിംഗ് വോട്ടർ ആയിരുന്നപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ശ്രമിച്ചതും ഒടുവിൽ ട്രംപിന്റെ പക്ഷം ചേർന്നതും ആരാണെന്ന് ഞാൻ പറയണം. കാരണം നിങ്ങളുടെ പലചരക്ക് ബില്ലുകൾ വളരെ കൂടുതലാണെന്ന് നിങ്ങൾ കരുതി. നിങ്ങളുടെ മരുന്നിന്റെ വില വളരെ കൂടുതലായിരുന്നു. നിങ്ങളുടെ പെട്രോൾ വളരെ കൂടുതലായിരുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വാഷിംഗ്ടണിലേക്ക് ഒരു അടയാളം അയക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു. ഇപ്പോൾ നിങ്ങൾ ഇത് നോക്കുമ്പോൾ, ശരി, ഡൊണാൾഡ് ട്രംപ് നീതിന്യായ വകുപ്പിന് $260 മില്യൺ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ അത് മിക്കവാറും ആവശ്യപ്പെട്ടു. കാരണം അമേരിക്കയിലെ നികുതിദായകരെ പോലെ തന്നെ ഡ്യോജയും അദ്ദേഹത്തിന് ഈ പണം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ രാജ്യത്തെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില പരിഹരിക്കാൻ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. വാസ്തവത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെലവുകൾ വർദ്ധിച്ചു. എന്നിട്ട് നിങ്ങൾക്കറിയാം അദ്ദേഹം ഈ എല്ലാ കമ്പനികളിലേക്കും പോയി. നിങ്ങൾക്ക് അറിയാമോ, കോർപ്പറേഷനുകളിലേക്ക് പോയി. മാരാ ലാഗോയിലെ ട്രംപ് ബോൾറൂം പോലെയോ അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്തും പോലെയോ ഈസ്റ്റ് വിംഗ് പൊളിച്ചുമാറ്റാനും പുനർനിർമ്മിക്കാനും എനിക്ക് പണം തരൂ എന്ന് പറയുന്ന വസ്തുതയും നിങ്ങൾ അതിനു മുകളിൽ വെച്ചു. ഡബിൾ ക്വോട്ട്. നിങ്ങൾ ശരാശരി വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പറയുന്നു, നിങ്ങൾക്കറിയാമോ, ഞാൻ അദ്ദേഹത്തിന് വോട്ട് ചെയ്തതിന്റെ ഒരു കാരണം അദ്ദേഹം എന്നെയും എന്റെ കുടുംബത്തെയും ചെലവുകളിൽ സഹായിക്കുമെന്ന് ഞാൻ കരുതി എന്നതാണ്. പകരം അദ്ദേഹം കോടീശ്വരന്മാരെയാണ് പരിപാലിക്കുന്നത്. ശതകോടീശ്വരന്മാർ അദ്ദേഹത്തെ പരിപാലിക്കുന്നു. ജെയ്ക്ക്, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഏതൊരു അമേരിക്കക്കാരനും സന്ദേശമയക്കുന്നതിൽ ഒരു കാര്യം ഫലപ്രദമാണെന്ന് നമുക്കറിയാം. അത് നിങ്ങൾ കേട്ടായിരിക്കുമ്പോൾ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഓഫീസിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ, മധ്യവർഗ കുടുംബങ്ങളെക്കാൾ ശതകോടീശ്വരന്മാരെ സേവിക്കുമ്പോൾ മാത്രമാണ്. അത് ഒരിക്കലും പ്രവർത്തിക്കില്ല. അതിനാൽ ഇത് അദ്ദേഹത്തിന് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. പക്ഷേ ജെയ്ക്ക്, 3 വ്യത്യസ്ത ഭരണകൂടങ്ങളുടെ സമയത്ത് വൈറ്റ് ഹൌസിൽ ജോലി ചെയ്യാൻ അവസരവും പദവിയും ലഭിച്ച ഒരു അമേരിക്കൻ പൗരനെന്ന നിലയിൽ ഞാൻ ധാരാളം സമയം ചെലവഴിച്ച വൈറ്റ് ഹൌസിന്റെ ഒരു പ്രദേശം കാണുന്നത് എനിക്ക് തികച്ചും വിനാശകരമാണ്. കൂടാതെ ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരും ട്രംപിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കോൺട്രാക്ടർമാർ വന്ന് പൊളിച്ചുമാറ്റുന്ന ഒരു പഴയ കെട്ടിടം പോലെ പൊളിച്ചുമാറ്റപ്പെടുന്നു.